വടകര ലോക്സഭാ മണ്ഡലത്തിൽ അപ്രതീക്ഷിത UDF സ്ഥാനാർത്ഥിയായി എത്തിയ കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ പരാജയം മണത്തു തുടങ്ങിയിരിക്കുന്നു. പരാജയ ഭീതിയിൽ വോട്ട് കച്ചവടം നടത്താൻ രഹസ്യ കൂടിക്കാഴ്ചകളുമായി ഷാഫി പറമ്പിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് SDPIയുടെ തലശ്ശേരി മണ്ഡലം മുൻ പ്രസിഡന്റായിട്ടുള്ള നൌഷാദ് ബംഗ്ലയുമായാണ്. നൌഷാദ് ബംഗ്ലയുടെ വീട്ടിലെത്തിയാണ് ഷാഫി പറമ്പിൽ വോട്ട് കച്ചവട ചർച്ച നടത്തിയത്. ഈ ചർച്ച നടക്കുമ്പോൾ നൌഷാദിന്റെ ഭാര്യയും SDPI വനിതാ വിഭാഗം സംസ്ഥാന നേതാവുമായ ഷാഹിനയും ഒപ്പമുണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നമുക്കറിയാം SDPIയുമായി ഒരു സഖ്യവുമില്ല എന്ന് UDF നേതൃത്വം ആവർത്തിച്ച് പറയുമ്പോഴും വോട്ട് കച്ചവടം നടത്താൻ SDPI നേതാക്കളുടെ വീട്ടിലെത്തി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിട്ടുള്ള ഷാഫി പറമ്പിലിനെ പോലെയുള്ളവർ ചർച്ച നടത്തുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് SDPI രംഗത്ത് വരുന്നത്. SDPI അതിനെ ന്യായീകരണമായി പറഞ്ഞത് ഇന്ത്യയുടെ നിലവിലത്തെ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് തങ്ങൾ ഈ തീരുമാനം എടുക്കുന്നതെന്ന്. എന്നാൽ എന്തുകൊണ്ട് തമിഴ്നാട്ടിലെ SDPI കോൺഗ്രസിനും DMKയ്ക്കും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. എന്തായാലും ഇത്തവണ UDFനാണ് തങ്ങളുടെ പിന്തുണ എന്ന് SDPI പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ KPCC അധ്യക്ഷനായിട്ടുള്ള K സുധാകരന്റെ മറുപടി എന്തായിരുന്നു? ആര് വോട്ട് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ഇത് പക്ഷെ VD സതീശൻ ഇത്ര പരസ്യമായി അത് പറഞ്ഞില്ല. വളരെ വ്യക്തമായി അദ്ദേഹം ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പല അവസരത്തിലും അദ്ദേഹം SDPI കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ് നുണകൾ പറഞ്ഞ് ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ എന്ത് തന്നെയായാലും ഇപ്പോൾ SDPIയുമായുള്ള കോൺഗ്രസിന്റെ വോട്ട് കച്ചവടം പരസ്യമായിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ എന്ന വടകരയിലെ സ്ഥാനാർത്ഥി തന്നെ നേരിട്ടെത്തി ഒരു SDPI നേതാവിൻ്റെ വീട്ടിലെത്തി ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അത് പരാജയ ഭീതിയിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രണ്ട് ഘടകങ്ങളാണ് ഷാഫി പറമ്പിലിനെ പരാജയ ഭീതിയിലേക്ക് തള്ളിവിടുന്നത്. അതിൽ ഒന്നാമത്തേത് ശൈലജ ടീച്ചർ എന്ന സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. CPM അതിൻ്റെ ആവനാഴിയിലുള്ള ഏറ്റവും മികച്ച അസ്ത്രം തന്നെയാണ് വടകര പുറത്തെടുത്തത്. ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയാണ്. ആ ശൈലജ ടീച്ചറിനെ മത്സരിപ്പിക്കുമ്പോൾ വടകരയിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും LDF കണക്ക് കൂട്ടുന്നില്ല എന്ന കാര്യം വ്യക്തമാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കണക്കുകളാണ്. നമുക്കറിയാം 2009 മുതൽ UDF കൈവശം വച്ചിരിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് വടകര. മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥിയായി 2009 വിജയിക്കുന്നത് മുതൽ തന്നെ വടകര പിന്നെ കോൺഗ്രസിനൊപ്പം അല്ലെങ്കിൽ UDFനൊപ്പം അടിയുറച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 2014 മുല്ലപ്പള്ളി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. 2019 K മുരളീധരൻ മുല്ലപ്പള്ളിക്ക് പകരം അവിടെ മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധി വന്ന തരംഗത്തിൽ അദ്ദേഹം 80,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നു. പക്ഷെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു. വടകര ചുവന്ന് തുടുക്കുന്ന കാഴ്ചയാണ് 2021 നമുക്ക് കാണാൻ സാധിച്ചത്. വടകരയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 വിജയിച്ചത് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായിരുന്നു. വടകര നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് RMP സ്ഥാനാർത്ഥിയായ K രമ വിജയിക്കുന്നത്. രമയുടെ ആ വിജയം ഒഴിച്ചു കഴിഞ്ഞാൽ വടകരയിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും വിജയിച്ചത് LDF ആയി. അത് മാത്രമല്ല വടകര ലോക്സഭാ മണ്ഡലത്തിൽ ആ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 74,284 വോട്ടിന്റെ ഭൂരിപക്ഷം നേടാനും LDFന് സാധിച്ചു എന്ന് പറയുമ്പോൾ LDF തന്നെയാണ് മേൽക്കൈ നേടി നിൽക്കുന്നത്. അതിനു പുറമെ 24 ന്യൂസിന്റെ ഉൾപ്പെടെയുള്ള മലയാള മാധ്യമങ്ങളുടെ സർവേ ഫലം പുറത്തു വന്നിരുന്നു. ആ സർവേ ഫലത്തിലും വടകരയിൽ മുൻതൂക്കം ശൈലജ ടീച്ചറിന് തന്നെയാണ് എന്ന കാര്യം വ്യക്തമാണ്. ഇതിനു പുറമെ ചെറിയ ചെറിയ വിവാദങ്ങളും UDFനെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. അതിലൊന്നായിരുന്നു തൊഴിലുറപ്പ് സ്ത്രീകൾക്കെതിരെ ഒരു UDF പ്രവർത്തക ഷാഫി പറമ്പിലിൻ്റെ സ്വീകരണത്തിൽ വിളിച്ച മുദ്രാവാക്യങ്ങൾ. അത് തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിക്കുന്നതാണ് എന്ന് മാത്രമല്ല ഒരു ഫ്യൂഡൽ മനസ്ഥിതിയുടെ UDFന്റെ പ്രവർത്തകരുടെ ഒരു ഫ്യൂഡൽ മനസ്ഥിതിയുടെ ഏറ്റവും വലിയ തെളിവായിരുന്നു എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല
അപരസ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനെ വലയ്ക്കാതിരിക്കാൻ കോൺഗ്രസിന് അപരസ്ഥാനാർത്ഥിയായി രംഗത്ത് വന്ന വടകരയിലെ ഒരു മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറിയെ കയ്യും കാലുമൊക്കെ പിടിച്ചായിരുന്നു കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചത്. എന്തായാലും കോൺഗ്രസ് വടകരയിൽ പരാജയ ഭീതിയിലാണ് എന്ന കാര്യം ഉറപ്പാണ്. കാര്യം അവിടെ നിലവിലത്തെ MP-ക്കെതിരായ ഒരു വികാരം മണ്ഡലത്തിൽ അലയടിക്കുന്നുണ്ട്. അതിന് പുറമെ ശൈലജ ടീച്ചറിന്റെ സ്ഥാനാർത്ഥിത്വം നൽകുന്ന ഒരു അഡ്വാൻറ്റേജ് LDF-നുണ്ട്. ഇതിനെല്ലാം പുറമെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നൽകുന്ന പിന്തുണയും LDF തന്നെയാണ് വടകര മുന്നിൽ നിൽക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്.